ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹോണ്ട അമേസ് 2018 മോഡൽ. ഈ ഒരു വാഹനം ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് ഫ്രണ്ട് സസ്പെൻഷൻ വർക്കും അതുപോലെ തന്നെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് വർക്ക് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ക്ലച്ച് നല്ല രീതിക്ക് ഹാർഡാണ്. ഈ ഒരു വാഹനം ചവിട്ടുമ്പോൾ അതുപോലെ തന്നെ ക്ലച്ച് ഏകദേശം പരുവായി. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,11,764 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ക്ലച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈറ്റാണ്, നല്ല ഹാർഡാണ് ക്ലച്ച്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച്, അതിൻ്റെ സ്ലാബ് സിലിണ്ടർ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് റിലീസ് ബെയറിംഗ് മാറണം. സ്ലാബ് സിലിണ്ടർ പുറത്ത് വേണം വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലച്ച് ഇതിൻ്റെ കൂടെ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറി കൊടുക്കാം. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് അടിയൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കട്ടായിട്ടുണ്ട്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ടിക്കനൊരു സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോവർ ആം ചെക്ക് ചെയ്യണം, ലിങ്കർ റോഡ്, ബാലൻസ് റോഡ്, ബുഷ്, സ്റ്റഡ് മൗണ്ട്, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് വാഹനത്തിലൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മണിയും സസ്പെൻഷൻ വർക്കും ക്ലച്ചും കൂടി ആകുമ്പോൾ ലേബർ ഒരുപാട് കുറയും. ഇത് നമുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് മാറുമ്പോൾ ഈ സസ്പെൻഷനൊക്കെ ഇളക്കിയാലേ നമുക്ക് ക്ലച്ച് മാറാൻ കഴിയത്തുള്ളൂ. ഗിയർ ബോക്സ് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഗിയർ ബോക്സ് ഇളക്കിയാൽ മാത്രമേ ക്ലച്ച് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് ലാഭമാണ്. രണ്ടാമത് കൊണ്ടുവരേണ്ട കാര്യമില്ല, രണ്ടാമത് ലേബർ തരേണ്ട കാര്യമില്ല, രണ്ടാമത് മെനക്കെടില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഹോണ്ട അമേസ് ഡീസലാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ എല്ലാം ഇളക്കി ഗിയർ ബോക്സ് ഇളക്കിയെടുത്തായിരുന്നു. അപ്പോൾ ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ചും നമ്മൾ ഇളക്കിയെടുത്ത് കാണുന്നത് ഫ്ലൈ വീലാണ്. ഫ്ലൈ വീല് ജസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഫ്ലൈ വീല് വേറെ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ഓടുമ്പോൾ എല്ലാം ഓക്കെ. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്ലച്ച് തീർന്ന് മൊട്ടം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥ ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമാണ് കേട്ടോ കസ്റ്റമർ കൊണ്ടുവന്നത്. ഇത് എക്സിഡി എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം നല്ല കമ്പനി ഇറങ്ങുന്നത് ഈ ഒരു കമ്പനിയിലാണ് വരുന്നത് കേട്ടോ. റിവേറ്റ് പിടിക്കുന്ന രീതി ആയിട്ടുണ്ട്, നല്ല മട്ടം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് വരെ പിടിച്ചിട്ടുണ്ട്. പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറാണ് ടൈറ്റ് കേട്ടോ. ഈ കാണുന്ന ഫിംഗർ ഉണ്ടോ, ഇത് ഫിംഗർ ഒരു 10-12 ഫിംഗർ ഉണ്ട്. പക്ഷേ അത് ഫിംഗർ ടൈറ്റ് കാരണത്താലാണ് ക്ലച്ച് ഒരു വൈബ്രേഷനും ഗിയർ ടൈറ്റും കുറേ കാര്യങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ഫ്രണ്ട് ലോവർ ആം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലോവർ ആം ലെഫ്റ്റ് സൈഡ് മൊത്തം ബുഷെല്ലാം കട്ടായിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡ് ലോവർ ആം ഇതിനോടൊപ്പം കസ്റ്റമറിനോട് ചോദിച്ച് മാറുന്നുണ്ട്. ലോവർ ആം ബുഷായിട്ട് മാറാൻ പറ്റും, പക്ഷേ കുറച്ച് നാളെ കിടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ലോവർ ബോൾ ജോയിൻറ്റ്, ഈ കാണുന്ന ബോൾ ജോയിൻറ്റ് നല്ല ടിക്കിന് സൗണ്ട് ഉണ്ടായി, അതും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സെറ്റായിട്ട് മാറണമായിരിക്കും നല്ലത്. ഈ കാണുന്നത് സ്ലാബ് സിലിണ്ടറാണ്. ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്ങിനെ തള്ളിവിടുന്ന സ്ലാബ് സിലിണ്ടർ, ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ലാബ് സിലിണ്ടർ. അങ്ങനെ അതിൻ്റെ ഫോർക്ക് ലിവറെല്ലാം ഇളക്കിയെടുത്തു. നമ്മൾ റിലീസ് ബെയറിങ് വെളിയിലെടുത്തു. ഇതാണ് എൻ്റെ ഫോർക്ക് ലിവർ. ഇത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇളക്കിയെടുത്തു. അതിന് ഗ്രീസൊക്കെ വെച്ച് നല്ലതുപോലെ സെറ്റ് ചെയ്യണം. ഫ്ലൈ വീലാണ് ഈ കാണുന്നത്. ഫ്ലൈ വീല് വേറെ കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെയില്ല. ഈ ഫ്ലൈ വീലിലാണ് ക്രാങ്ക് സെൻസറും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ റാമ്പിലിട്ടാണ് ഇളക്കിയത്. നമ്മൾ എഞ്ചിനിലെ ഒരു ജാക്കി കൊടുത്തതിന് ശേഷം ഒരു ഫൗണ്ടേഷനിൽ നിൽക്കുകയാണ് എഞ്ചിൻ. അതിനോടൊപ്പം ഈ ഒരു സ്റ്റഡ് മൗണ്ട് ഈ ഒരു വാഹനത്തിന് ചേഞ്ച് ചെയ്യണം. രണ്ട് സൈഡ് സ്റ്റഡ് മൗണ്ട്. പിന്നെ ഗിയറിൻ്റെ കേബിളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വയറിംഗ് കിറ്റൊക്കെ നമ്മൾ ഇളക്കി മാറ്റി. അങ്ങനെ നമ്മൾ വാല്യൂ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മളിപ്പോൾ ഈ ക്ലച്ചിന് വേണ്ടി എടുത്തിട്ടുള്ളത്. വാല്യൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലച്ചാണ്. വാല്യൂ, ലുക്ക്, CK, XD എന്നുള്ള കമ്പനികളാണ് വാഹനത്തിൽ കൂടുതലായിട്ടും വരുന്നത്. ഇത് അമേസ്, ബ്രിയോ, ഹോണ്ട സിറ്റി, ഹോണ്ട ജാസ്, മൊബൈലിയോ, WRV അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ സെയിം ക്ലച്ചാണ് ഡീസൽ വേരിയൻ്റ് വരുമ്പോൾ. എഞ്ചിനൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,221 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ. ഇത് ക്ലച്ച് കിറ്റ് ഹോണ്ട അമേസ് എന്നുള്ള വാഹനത്തിന്, നേരത്തെ പറഞ്ഞ വാഹനത്തിനെല്ലാം ഇത് സെയിം ആണ്. ഇതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റുമാണ് വാല്യൂ കമ്പനി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം ഇത്രയും വില ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു 1 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ പറ്റുന്ന ഒരു ക്ലച്ചാണ്. പിന്നെ ഒരു മീഡിയം ലെവലിലാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓടിക്കും പോലെ ഇരിക്കും ക്ലച്ചിൻ്റെ അവസ്ഥ. ചിലപ്പോൾ 1.5 ലക്ഷം ഓടാം, ചിലപ്പോൾ 75,000 തീരാം, ചിലപ്പോൾ 50,000 തീരാം. ഓരോരുത്തർ ഓടിക്കുന്ന രീതിയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് അളക്കുന്നത്. ഈ ഒരു വാഹനത്തിന് 1,10,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടി. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തിക്നെസ് കൂടുതലായിരിക്കും. ക്ലച്ച് തീരുന്ന അവസ്ഥ വരുമ്പോൾ റിവേറ്റ് പിടിക്കുന്ന ഒരവസ്ഥ. ഇതിൻ്റെ ലൈനറെല്ലാം കട്ടായി പോയി. അതുപോലെ തന്നെ ഫ്ലൈ വീലും പ്രഷർ പ്ലേറ്റും എല്ലാം പിടിച്ചായിരിക്കും തീരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് പരിഹരിക്കാനാണ് പുതിയ ക്ലച്ച് മാറുമ്പോൾ. ക്ലച്ച് മാറുമ്പോൾ എഞ്ചിൻ്റെ റൈസിങ് കുറയും, അതുപോലെ തന്നെ മൈലേജ് കൂടും, ക്ലച്ച് നല്ല സ്മൂത്തായിരിക്കും, ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ ക്ലച്ച് മാറി വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സൈഡ് കൊടുത്തിട്ടുണ്ട് ഗിയർ ബോക്സ് ശകലം തള്ളലുള്ള ഭാഗം, ഈ സ്പ്രിങ്ങൊക്കെ ലോഡ് കൂടിയ ഭാഗം. ഗിയർ ബോക്സ് സൈഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിൽ കേട്ടോ. കണ്ടോ, ഗിയർ ബോക്സ് സൈഡ്. അതുപോലെ തന്നെ മേഡ് ഇൻ കൊറിയയാണ് കേട്ടോ. ഇതിൽ വരുമ്പോൾ മേഡ് ഇൻ കൊറിയ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാല്യൂ കമ്പനിയാണ്. പ്രഷർ പ്ലേറ്റൊക്കെ നല്ല സ്മൂത്താണ്. ഇനി ക്ലച്ച് ചവിട്ടുമ്പോൾ നല്ല ഫ്രീ ആയിരിക്കും കേട്ടോ. വാല്യൂ കമ്പനി, മേഡ് ഇൻ കൊറിയ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിംഗർ ഉള്ളതുകൊണ്ട് ക്ലച്ച് പെട്ടെന്ന് ടൈറ്റ് ആവത്തില്ല.
ഫിംഗറുണ്ട്, 10-20 ഫിംഗറുണ്ട്. മറ്റേ XCDയിൽ വരുമ്പോൾ ഒരു കുറച്ച് ഫിംഗർ കുറവായിരിക്കും ഇതിൽ കിടന്ന ക്ലച്ച് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലച്ച് ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിംഗർ വരുന്നതുകൊണ്ട് ക്ലച്ച് നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഇനി നമുക്ക് ക്ലച്ചിലോ ഗിയർ ബോക്സ് ഫ്ലൈ വീലിലോട്ട് സെറ്റ് ചെയ്ത് ക്ലച്ച് സെൻറ്റർ ചെയ്ത് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ VIR എന്ന് പറഞ്ഞ സ്റ്റഡ് മൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ഷോക്ക് അബ്സർ മൗണ്ടിങ് അത് നല്ല പോയിട്ടുണ്ടായിരുന്നു. ഇതായി കാണുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ് VIR ബുഷ് കിറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ലോവർ ആം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിലീസ് ബെയറിങ് സാറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, അമേസ്. 1008 രൂപ റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഇതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് സാറ്റ്സ്. ഇതാണ് എൻ്റെ റിലീസ് ബെയറിങ് പഴയത് ചെറിയൊരു മുഴക്കമുണ്ട്. ക്ലച്ച് മാറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലച്ചിന് ഗിയർ ബോക്സിനകത്തുള്ള റിലീസ് ബെയറിങ്, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, ഗിയർ ബോക്സ് ഓയിൽ, പിന്നെ ക്ലച്ച് കേബിൾ വരുന്ന വാഹനമാണെങ്കിൽ കേബിളും കൂടി അങ്ങ് മാറി കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ വരുന്ന ഹൈഡ്രോളിക് ക്ലച്ച് സ്ലാബ് സിലിണ്ടറാണ്. അപ്പോൾ ആ സിലിണ്ടർ നമുക്ക് പുറമേ മാറാൻ പറ്റും. ഇപ്പം കംപ്ലൈൻ്റ് ഒന്നും ആ വാഹനത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ അകത്ത് വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്താണ് പോകുന്നത്. ഈ റിലീസ് ബെയറിങ്ങും ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ്. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാർട്സാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ആമാണ്. ഒരു സൈഡ് ലോവർ ആമും പോയിട്ടുണ്ടായിരുന്നു, ലോവർ ആമും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ലോവർ ആം ബുഷായിട്ട് നമുക്ക് മാറാൻ പറ്റും, അതുപോലെ തന്നെ ലോവർ ആം ബോൾ ജോയിൻ്റായിട്ട് മാറാൻ പറ്റും. പക്ഷേ രണ്ട് സൈഡും ഒരുപോലെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ലോവർ ആം സെറ്റായിട്ട് മാറി കൊടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ സ്റ്റഡ് മൗണ്ട് ഇനി ഇതിൽ ഗിയർ ഓയിൽ വരും, NOSൻ്റെ 7590 വരുന്ന ഗിയർ ഓയിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് ലോവർ ആമും സ്റ്റഡ് മൗണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കാലിബർ അടി ഉണ്ടായിരുന്നു, കാലിബർ അടിയും തീർത്ത് ബാലൻസ്ഡ് ബുഷ്, ലിങ്ക് റോഡ്, സ്റ്റീറിംഗ് ബോക്സ്, ഇതൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ വാഹനത്തിലോട്ട് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ റിലീസ് ബെയറിംഗ് പുതിയത് സെറ്റ് ചെയ്തായിരുന്നു. റിലീസ് ബെയറിങ്ങിൽ കുറച്ച് ഗ്രീസൊക്കെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് ഫോർക്ക് ലിവറും റിലീസ് ബെയറിംഗ് കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഓയിലും ഇതിലാവാൻ പാടില്ല. ഡ്രൈ ക്ലച്ചാണ് വരുന്നത്, ഓയിലിൻ്റെ അംശമേ വരാൻ പാടില്ല. അങ്ങനെ ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്തു. ഫ്ലവറിൻ്റെ മില്ലിംഗ് ബോക്സാണ് വരുന്നത് 10-ൻ്റെ. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്തു, ക്ലച്ച് സെൻറ്റർ ചെയ്തു. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗിയർ ബോക്സ് സെൻറ്റർ ചെയ്യാൻ മാത്രമേ ഗിയർ ബോക്സ് നല്ല സ്മൂത്തായിട്ട് ഇൻസ്റ്റാൾ ആവത്തുള്ളൂ. എല്ലാം നമുക്ക് ഇനി സെറ്റ് ചെയ്യാം. അങ്ങനെ അമേസിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി, ക്ലച്ചെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ 2 ലോവർ ആം, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡ് മൗണ്ട്, ഷോക്ക് അബ്സർ മൗണ്ട് നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ മൗണ്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വേറെ വലിയ കംപ്ലയിൻ്റ് ഇല്ല. വലിയ കംപ്ലയിൻ്റ് ഉള്ള മാത്രം മാറിയതെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ക്ലച്ചെല്ലാം സെറ്റ് ചെയ്തു, സ്ലാബ് സിലിണ്ടർ സെറ്റ് ചെയ്തു. ക്ലച്ച് നമ്മൾ ചവിട്ടി നോക്കിയപ്പോൾ നല്ല ഫ്രീ ആണ്. നമ്മൾ ആക്സിലൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. നമ്മൾ വാഹനം ഓടിച്ച് നോക്കിയായിരുന്നു. ഗിയറൊക്കെ നല്ല സ്മൂത്താണ്. ക്ലച്ച് ചവിട്ടുമ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ടോ നല്ല ഫ്രീ ആയിട്ടുണ്ട് ക്ലച്ച്. നമുക്കിപ്പോൾ ഒരു വിരലിൽ തന്നെ ക്ലച്ച് ചവിട്ടാവുന്നതാണ്. കണ്ടോ, അത്രയ്ക്ക് നല്ല ഫ്രീ ആയിട്ടുണ്ട്. നേരത്തെ നല്ല ഹാർഡാണ്. ഇപ്പം ഗിയറും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഗിയർ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഗിയർ ഓയിൽ സിന്തറ്റിക് ഗിയർ ഓയിൽ 7590 ഗിയർ ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാം ഓക്കെയാണ്. നമുക്ക് എന്തൊക്കെ പാർട്സുകൾ ഈ ഒരു വാഹനത്തിന് ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലോവർ ആം എടുത്തിട്ടുള്ള ആട്ടോകോയ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോവർ ആമാണ് ആട്ടോകോയ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഏകദേശം 2470 ഫുൾ അസംബ്ലി ആയിട്ട് വരുമ്പോൾ ഒരു സൈഡ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തത് ലോവർ ആമിൻ്റെ ബുഷ് മൊത്തത്തിൽ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ്, ലോവർ ആം ബുഷും കൂടി സെറ്റായിട്ട് ചിലവർ പറയും നിങ്ങൾക്ക് അത് മാത്രം മാറിയാൽ പോലെ ഇത്രയും കോസ്റ്റ് വരത്തില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ മാറിയാലുള്ള ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ആ ബുഷ് കട്ടായി പോകും, അല്ലെന്നുണ്ടെങ്കിൽ ബുഷ് ഊരിപ്പോവും. ഊരിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും കടകടാൻ സൗണ്ട് വരും. പിന്നെ നമ്മൾ സെറ്റോട് കൂടി മാറ്റണം. അപ്പോൾ 2 കോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ നിർബന്ധപ്രകാരം ഫുൾ സെറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത 1,00,000 കിലോമീറ്റർ നമുക്ക് സ്മൂത്തായിട്ട് ഓടുകയാണെങ്കിൽ, കൺട്രോൾ ചെയ്ത് ഓടുകയാണെങ്കിൽ കിടക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കറക്റ്റ് വീൽ അലൈൻമെൻ്റ് ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. അത് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് സ്റ്റഡ് മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സ്റ്റഡ് മൗണ്ട് ഇടിച്ച് താഴ്ന്നിട്ടുണ്ട്. സ്റ്റഡ് ഭയങ്കര ലൂസായിട്ട് കിടന്ന അടിയായിരുന്നു. അപ്പോൾ അത് കട്ടറിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ജെർക്കിങ്ങും സൗണ്ടും അലൈൻമെൻറ്റും കറക്റ്റ് കിട്ടാതെ വരികയും, ഇതാണ് ഇതിൻ്റെ കാര്യം. സ്റ്റഡ് മൗണ്ടിങ്ങും അതുപോലെ തന്നെ മേഖലയിൽ വരുന്ന ബുഷും ഈ 2 സെറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് നേരത്തെ പറഞ്ഞ കണക്ക് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും റിലീസ് ബെയറിങ്ങും നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതിനോടൊപ്പം നമ്മൾ ഗിയർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയാണ് ഹോണ്ട അമേസിൻ്റെ ക്ലച്ച് സസ്പെൻഷൻ വർക്കും. നിങ്ങൾക്ക് വേറൊരു കാര്യം ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറയും. എന്ന് വെച്ചാൽ നമുക്ക് സസ്പെൻഷനൊക്കെ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ക്ലച്ച് മാറാൻ കഴിയത്തുള്ളൂ, ഈ ഒരു ക്ലച്ച്. അപ്പോൾ ഇളക്കുന്ന സമയത്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരണ്ട, രണ്ടാമത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതെല്ലാം വർക്കും കഴിഞ്ഞ് അലൈൻമെൻറ്റും ചെയ്ത് അങ്ങ് ഓടാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.